ഇന്ത്യയെ നമുക്ക് തകർക്കണം. ഭാവിയിൽ ഇന്ത്യയിൽ അമ്പലമണികൾ മുഴങ്ങില്ല. ഇത് പറഞ്ഞത് ആരാണെന്നറിയാമോ? പാകിസ്ഥാനിലെ മുൻ ആഭ്യന്തരമന്ത്രി. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, അധികാരത്തിന്റെ ഉയർന്ന പദവികളിൽ ഇരുന്ന ഒരാൾ പരസ്യമായി നമ്മുടെ ഇന്ത്യയും കോടിക്കണക്കിന് മനുഷ്യരെയും കുറിച്ച് ഇങ്ങനെ ശപിക്കുമ്പോൾ അവിടെ വേരോടിക്കിടക്കുന്ന വെറുപ്പിന്റെയും തീവ്രവാദത്തിന്റെയും ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്തുമ്പോൾ തന്നെ സ്വന്തം മണ്ണിൽ നിന്ന് തീവ്രവാദികൾക്ക് ചുവപ്പ് നാട വിരിച്ചു കൊടുക്കുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖമാണ് ഈ വാക്കുകളിലൂടെ ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണിരിക്കുന്നത്. മതം എന്നത് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ളതാണെങ്കിൽ പാകിസ്ഥാനിൽ ഭരണകൂടവും രാഷ്ട്രീയക്കാരും അതിനെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വർഗീയ വിഷം ചീറ്റാനുമുള്ള ആയുധമാക്കി മാറ്റുന്നതിൽ ഏറ്റവും ദയനീയവും ഭീകരവുമായ ഉദാഹരണമാണിത്. ലഷ്കർ ഇ തൊയ്ബ പോലുള്ള കൊടും ഭീകര സംഘടനകളുടെ കമാൻഡർമാർക്കൊപ്പം കസേര പങ്കിട്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ആഫീസ് അദ്ദേഹത്തിന്റെ അടിമയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് യാതൊരു ലജ്ജയുമില്ലാതെ ഒരു മുൻ മന്ത്രിയുടെ കാട്ടുനീതിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് നശിക്കുമ്പോൾ, തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയും കാരണം രാജ്യം കത്തിയെരിയുമ്പോൾ അതിനെയെല്ലാം മൂടിവെക്കാൻ മതത്തിന്റെ ലേബലിൽ വിദ്വേഷം മാത്രം വിളമ്പുന്ന പാക് രാഷ്ട്രീയത്തിന്റെ ഈ കാടൻ മുഖം തുറന്നു കാണിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. മുൻ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഷെയ്ഖ് റഷീദ് അഹമ്മദാണ് ഈ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നിൽ. പാകിസ്ഥാൻ മർക്കാസി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഉന്നത കമാൻഡർമാരായ ഖാലിദ് മസൂദ്, ഗാരി മുഹമ്മദ് യാക്കൂബ് ഷെയ്ഖ് എന്നിവർക്കൊപ്പം ഇദ്ദേഹം വേദി പങ്കിട്ടത്. വെറുമൊരു വേദി പങ്കിടൽ മാത്രമല്ല അവിടെ നടന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും UN പ്രഖ്യാപിച്ച ഭീകരനുമായ ആഫിസുൻ അദ്ദേഹം പരസ്യമായി പുകഴ്ത്തുകയും തന്റെ രാഷ്ട്രീയ ലാഭത്തിനായി മതത്തെയും തീവ്രവാദത്തെയും കൂട്ടുപിടിക്കാൻ ഈ മുൻമന്ത്രി യാതൊരു മടിയും കാണിച്ചില്ല. താൻ ആഫീസിന്റെ വിശ്വസ്തനായ അടിമയാണെന്ന് ഷെയ്ഖ് റഷീദ് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ തീവ്രവാദത്തിന് കൂട്ടുപിടിക്കുന്ന ഇത്തരം നേതാക്കൾ പാകിസ്ഥാനെ എവിടെ എത്തിച്ചിരിക്കുന്നുവെന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? മുൻപ് അമേരിക്കയിലായിരുന്ന സമയത്ത് ഹാഫിസിന്റെ കോൺഫറൻസ് കോൾ വന്നതിനെ തുടർന്ന് തന്നെ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയിട്ടുണ്ടെന്ന് ഇയാൾ തന്നെ അഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ തന്നെ അന്താരാഷ്ട്ര ഭീകരരുമായി ഇത്രയധികം അടുപ്പം പുലർത്തുന്നു എന്നത് പാകിസ്ഥാൻ ഭരണകൂടം തീവ്രവാദത്തിന് നൽകുന്ന ഔദ്യോഗിക പിന്തുണയുടെ നേർക്കാഴ്ച തന്നെയല്ലേ? മതം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാനും വർഗീയ വിഷം വമിക്കാനുമല്ലാതെ മറ്റൊന്നിനും ഇവർക്ക് കഴിയുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷെയ്ഖ് റഷീദിന്റെ ഭ്രാന്തൻ വാക്കുകൾ. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കണ്ണുയർത്തിയാൽ ഇന്ത്യയെ നശിപ്പിക്കുമെന്നും ഭാവിയിൽ ഇന്ത്യയിൽ അമ്പലമണികൾ മുഴങ്ങുകയോ പക്ഷികൾ കരയുകയോ ഇല്ലെന്നും ഒക്കെയുള്ള അത്യന്തം പ്രകോപനപരമായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് പട്ടിണിയും തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയും മൂലം ജനങ്ങൾ വലയുമ്പോൾ അതിനെയെല്ലാം മൂടിവെക്കാൻ മതത്തെയും വിദ്വേഷത്തെയും മാത്രം ആശ്രയിക്കുന്ന പാക് രാഷ്ട്രീയത്തിന്റെ ദയനീയ മുഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇമ്രാൻഖാൻ മന്ത്രിസഭയിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഭീകരർക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭീകരവാദികളെ സംരക്ഷിക്കുകയും പോറ്റുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ സ്വഭാവം ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര വേദികളിൽ ചർച്ചയാവുകയാണ്. മതത്തിന്റെ മേൽവിലാസത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നേതൃത്വങ്ങൾ സ്വന്തം രാജ്യത്തെ തന്നെയാണ് ഓരോ ദിവസവും കുഴി തോണ്ടി കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 140 കോടിയിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജാതി മത വൈവിധ്യവും കരുത്തുമുള്ള ഒരു രാജ്യത്തിന് നേരെയാണ് അയൽപ്പക്കത്തിരുന്ന് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നത്. സ്വന്തം രാജ്യം ഇന്ന് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്കോ രാഷ്ട്രീയക്കാർക്കോ വല്ല ബോധവുമുണ്ടോ? ദിവസേന വർദ്ധിച്ചു വരുന്ന പട്ടിണിയും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വിലക്കയറ്റവും തൊഴിലില്ലായ്മയും യുദ്ധവും എല്ലാം കാരണം സ്വന്തം നാട്ടിലെ ജനങ്ങൾ അവിടെ അഭയം തേടുമ്പോൾ ആ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തീർക്കാനോ ജനങ്ങളുടെ വയറു നിറയ്ക്കാനോ ഇവർക്ക് കഴിയുന്നുണ്ടോ? അതിനൊന്നുമില്ല. പകരം രാജ്യത്ത് പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വീണ്ടും ഇന്ത്യയെയും ഒരു പ്രത്യേക മതത്തെയും കൂട്ടുപിടിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മാത്രം അയൽരാജ്യത്തിന് നേരെ മതത്തിന്റെ പേരിൽ വിദ്വേഷം വിതയ്ക്കുകയും ഭീകരവാദികളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ഒരേ ഒരു അജണ്ടയാണ് പാകിസ്ഥാൻ കാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട് കത്തുമ്പോൾ അയൽപ്പക്കത്തെക്കുറിച്ച് ആദ്യം പറയുന്ന ഈ ദയനീയ രാഷ്ട്രീയ നാടകം തന്നെയാണ് ഇന്ന് ലോകത്തിനു മുന്നിൽ പാകിസ്ഥാനെ പരിഹാസരാക്കുന്നത്.
ലോകം മുഴുവൻ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ബഹിരാകാശ ഗവേഷണങ്ങളുടെയും പിന്നാലെ കുതിക്കുമ്പോൾ 21ാം നൂറ്റാണ്ടിലും വിദ്വേഷത്തിന്റെയും ഭീകരവാദത്തിന്റെയും പഴയ അജണ്ടകൾ പേർന്ന ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ പാകിസ്ഥാനിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. മതം എന്നത് ആത്മീയതയുടെയും സമാധാനത്തിന്റെയും പാതയാണ്, അല്ലാതെ ഈ അധികാരത്തിന് വേണ്ടിയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും തീവ്രവാദം വളർത്താനുള്ള ആയുധമല്ല. എന്നാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണിയും തൊഴിലില്ലായ്മയും മറച്ചുവെക്കാൻ എന്നും ഈ മതത്തെയും വിദേശത്തെയും മാത്രം ആശ്രയിക്കുന്ന പാക് ഭരണാധികാരികൾക്ക് ചരിത്രം നൽകുന്ന മറുപടി എന്തായിരിക്കും? ഇനി പാകിസ്ഥാന്റെ മറ്റൊരു പ്രധാന നേതാവിന്റെ കൂടി അവസ്ഥ, അവിടുത്തെ പ്രധാനമന്ത്രിയുടെ അവസ്ഥ പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയെ തകർക്കുമെന്നും അമ്പലമണികൾ മുഴങ്ങില്ലെന്നും ഒക്കെ വീമ്പ് പറയുന്ന ഈ നേതാക്കൾ സ്വന്തം രാജ്യത്ത് എങ്ങനെയൊക്കെയാണ് പരിഹാസരാകുന്നത് എന്ന് നോക്കൂ. പാകിസ്ഥാനിൽ രാഷ്ട്രീയത്തിൽ ഇത്തരം കോമാളി വേഷങ്ങൾ കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. സ്വന്തം രാജ്യത്ത് സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും കാരണം ജനങ്ങൾ നടു റോഡിൽ പൊട്ടിക്കരയുമ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാൻ വകയില്ലാത്ത ഇവർ അയൽരാജ്യത്തിന് നേരെ കൊമ്പ് കോർക്കുമ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്ത് തൊലിക്കട്ടിയാണെന്ന് നിങ്ങൾ നോക്കണം. ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ ദിവസേന നാണം കെടുപ്പിക്കുന്നതിൽ ഈ നേതാക്കൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാത്ത ഇവർ ലോകത്തെ തന്നെ വിറപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നതാണ് ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടാൽ തോന്നിപ്പോവുക. മതത്തിന്റെയും തീവ്രവാദത്തിന്റെയും വടിയെടുത്ത് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ നിരന്തരം വിഡ്ഢികളാക്കുന്ന ഈ രാഷ്ട്രീയ നാടകം കൊണ്ട് പാകിസ്ഥാൻ എന്ത് നേടാനാണ്? സ്വന്തം വീട് കത്തുമ്പോൾ പുകമറ സൃഷ്ടിക്കാൻ ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്ന പാക് നേതാക്കളുടെ ദയനീയ കോപ്രായങ്ങൾ തന്നെയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്തരം വെല്ലുവിളികളെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ രാജ്യവും ഭരണകൂടവും പുച്ഛിച്ച് തള്ളുകയാണ്. കാരണം 21ാം നൂറ്റാണ്ടിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും രാജ്യത്തിന്റെ വളർച്ചയുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അപ്പുറത്തിരുന്ന് ഇത്തരം ശാപവാക്കുകൾ പറയുന്നവർ ഇന്നും മധ്യകാലഘട്ടത്തിലെ ചിന്താഗതികളിൽ തന്നെയാണ് ജീവിക്കുന്നത്. 14 കോടി ജനങ്ങളുടെ കരുത്തുറ്റ ഈ മഹാരാജ്യം ആരുടെയും ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് ലോകത്തിനു മുന്നിൽ പലതവണ തെളിയിക്കപ്പെട്ടതാണ്. സ്വന്തം രാജ്യത്തെ പട്ടിണിയും തൊഴിലില്ലായ്മയും മറച്ചുവെക്കാൻ ഇത്തരം വിദേശ പ്രസ്താവനകൾ നടത്തുന്നവർക്ക് ചരിത്രം നൽകുന്ന മറുപടി എന്തായാലും ശക്തമായിരിക്കും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വിദേശത്തിന്റെയും മതഭ്രാന്തിന്റെയും ചുഴികളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഇത്തരം രാഷ്ട്രീയ നേതൃത്വങ്ങളെക്കുറിച്ച് ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ നികുതി പണം കൊണ്ട് ഭീകരവാദികളെ സംരക്ഷിക്കുകയും എന്നിട്ട് അയൽരാജ്യത്തിന് നേരെ മതത്തിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഈ ദയനീയ രാഷ്ട്രീയം സ്വന്തം നാടിനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.